നമ്മുടെ നാട്ടിൽ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് പൗർണമി. പക്ഷേ ഈ ലഹരിക്ക് അടിമപ്പെട്ടവരെ അല്ലെങ്കിൽ ലഹരി കയ്യിൽ വെച്ച് പിടിക്കപ്പെടുന്നവരൊക്കെ കൊണ്ടുപോകുന്ന സ്ഥലം ലഹരിയുടെ കൂത്തരങ്ങാണെങ്കിലോ? അതായത് ശാരിക പറഞ്ഞു വരുന്നത് നമ്മുടെ ജയിലുകൾ, നമ്മുടെ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ കുറ്റവാളികൾ കിടക്കുന്ന ഈ ജയിലുകൾ തന്നെ അവർക്കുള്ള ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ പിന്നെ കുറ്റവാളികളെ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്, കുറ്റവാളികൾ എങ്ങനെ കുറ്റവിമുക്തരാവും എന്നുള്ള ചോദ്യമല്ല ഇവിടെ നിഴലിക്കുന്നത്. അതെ അതെ, മാത്രമല്ല ഇത് നമ്മൾ ചുമ്മാ ഒരു വെച്ചുകിട്ടിയ കഥ പറയുമൊന്നുമല്ല, ഓൺലൈൻ മീഡിയയിൽ ചുമ്മാ വന്നിരുന്ന് ചർച്ച ചെയ്യുമല്ല. ഇത് വേറൊരു പ്രബുദ്ധ ചാനൽ, അവിടുത്തെ തന്നെ ഈ ലഹരിക്ക് അല്ലെങ്കിൽ തടവറയിലായിരുന്ന ഒരു തടവ് പുള്ളി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്ത വെളിപ്പെടുത്തലാണ് ഇത്. നേരിട്ട് കൊടുത്ത മാധ്യമപ്രവർത്തകർ പടച്ചുവിട്ട ന്യൂസ് ആണെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ അയാൾ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അയാൾ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. അയാൾ പറയുന്ന കാര്യങ്ങൾ വല്ലാതെ നമ്മളിൽ അറപ്പളവാക്കുന്നതും അതോടൊപ്പം തന്നെ ഞെട്ടിക്കുന്നതുമാണ് ഒരേ സമയം. പിന്നെ എങ്ങനെയാണ് നമ്മുടെ സമൂഹം, ആര് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുമെന്ന ക്വസ്റ്റ്യൻ മാർക്കിന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഇപ്പോൾ പൗർണമി. തീർച്ചയായും ഇപ്പം കഴിഞ്ഞ സമീപകാലത്തായിട്ട് നമ്മൾ കുറച്ചധികം ആളുകൾ ഇത്തരത്തിലുള്ള, അതായത് നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാനും അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിൽ നിന്ന് മുക്തി നേടി അത് പുറത്തേക്ക് വന്ന് പറയാനും തയ്യാറാവുന്ന ഒരു സമീപകാലത്തായിട്ട് അങ്ങനെ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ആ സെയിം ടൈമിൽ തന്നെയാണ് ഈ ജയിലുകൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ പൂർണ്ണമായും തുറന്നു പറയാൻ തയ്യാറായി ഒരു എക്സ് തടവറക്കാരൻ. അതെ, അങ്ങനെ തന്നെ പറയാം, എക്സ് തടവറക്കാരൻ. ഇനി അദ്ദേഹത്തെ പിന്നെ തടവറയിലാക്കാതിരുന്നാൽ ഭാഗ്യ വാർത്ത കൊടുത്തു. എന്തായാലും അവര് ഒരു മാന്യത കാണിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വ്യക്തി, കാര്യങ്ങൾ വെളിപ്പെടുത്തിയ വ്യക്തിയുടെ മുഖമോ അദ്ദേഹത്തിന്റെ പേരോ അഡ്രസ്സോ ഐഡന്റിറ്റി ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നെ അവർ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ജെനുവിൻ ആണെന്ന് വെരിഫൈ ചെയ്ത ശേഷം മാത്രമാണ് ഇത് പുറം ലോകത്തിനായിട്ട് വിട്ടു നൽകിയത്. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വാർത്തയാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ജയിലുകളിൽ നിന്ന് കോടതികളിലേക്ക് പോകുന്ന വഴിയുമൊക്കെയാണ് ഇവർക്ക് ഈ പറയുന്ന ലഹരി വസ്തുക്കൾ കിട്ടുന്നത്. അതിനകത്ത് കഞ്ചാവ് മാത്രമൊന്നുമല്ല, അവർ ഉപയോഗിക്കുന്ന രീതി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ദൈവമേ, ജയിലുകൾക്കുള്ളിൽ പോലും ഇത്തരം അഴിഞ്ഞാട്ടങ്ങൾ സംഭവിക്കുമോ എന്ന് തോന്നിപ്പോയി. ശാരിക, അതൊന്ന് പറയുമോ? അതെ, തീർച്ചയായിട്ടും എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല. കാരണം വേറൊന്നുമല്ല, ഈ പറയുന്ന കണ്ട കാര്യങ്ങൾ ജനങ്ങൾ അറിയണം. ഈ തടവറ, ഈ പറയുന്ന തടവുള്ളി പൗർണമി സൂചിപ്പിച്ച പോലെ ആ തടവുള്ളി, ആ ഇറങ്ങിയ മനുഷ്യൻ പറയുന്നതനുസരിച്ച് ഒരിക്കലും ജയിലിൽ പോകുന്ന ഒരു മനുഷ്യൻ നന്നായിട്ട് ഒരിക്കലും പുറത്തിറങ്ങാൻ സാധിക്കത്തില്ല. കാരണം ജയിലിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ലഹരി കേസിലാണ് പലരും പിടിക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരുപാട് യുവതികളും ഒക്കെ ലഹരി കേസിൽ ജയിലിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവർ ഇതിലും മാരകമായ ലഹരി അഡിക്റ്റുകളായിട്ടായിരിക്കും, ഇതിലും വലിയ വില്ലന്മാരായിട്ടും സൈക്കോപാത്തുകളുമായിട്ടായിരിക്കാം ഒരു പക്ഷേ ലഹരിയിൽ നിന്ന്, ഈ പറയുന്ന തടവറകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഏറ്റവും വലിയ അപകടകാരികളായി മാറ്റുന്ന ഒരു കൂടാരമായി ജയിൽ മാറിയിട്ടുണ്ടോ എന്ന് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ, ഈ പുറത്തിറങ്ങിയ പുള്ളിയുടെ വാക്കുകൾ കേട്ട് നമ്മളൊന്ന് പേടിച്ചു പോകും. കാരണം അദ്ദേഹം പറയുന്നത് ലഹരിക്ക് അടിമപ്പെട്ടവരെ അല്ലെങ്കിൽ ഈ ലഹരി കടത്തുകാരെ പിടിച്ചു കഴിയുമ്പോൾ അവർ കോടതിയിലേക്ക് പോകുമ്പോഴേ അവരുടെ ഈ പറയുന്ന സ്വകാര്യ ഭാഗങ്ങളിൽ ലഹരി ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് അവർ കടത്തുന്നത്. കോടതിയിലേക്ക് പോകുന്ന വഴിയോ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴിയോ ഒക്കെ അത് കൊടുക്കാൻ കാരിയേഴ്സ് അല്ലെങ്കിൽ കൊടുക്കാൻ ആൾക്കാരുണ്ട്. ഇതൊന്നും പോലീസുകാർ അറിയുന്നില്ല, ജയിലധികൃതർ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇത് എവിടെ വെച്ച് ഇവർക്ക് വലിക്കാനും ഉപയോഗിക്കാനും സാധിക്കുന്നു ചോദിച്ചാൽ ബാത്റൂമുകളിലാണ് ഇവരിതിന്റെ വിഹാര രംഗങ്ങളായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ ബാത്റൂമിൽ നമ്മൾ സ്വമേട്ട കഞ്ചാവ് വലിക്കും, മണം ഉണ്ടാവില്ല എന്ന് ചോദിക്കാം. സ്വമേട്ട ഫുൾ ടൈം അവിടെ പോലീസിന്റെ ഒരു ഇൻസ്പെക്ഷനും കാര്യങ്ങളും, പോലീസിന്റെ കാവലിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്, പോലീസിന്റെ കൺമുമ്പിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ജയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ സാധിക്കുന്നു ചോദിച്ചാൽ ബാത്റൂമിൽ നിന്ന് വരിക്കും. അതിനു മുമ്പായിട്ട് ഒരു സോപ്പൊക്കെ കലക്കി വെച്ച് ആ സോപ്പിന്റെ മണം മൊത്തം ശരിയാണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ബാത്റൂമിന്റെ പുറകിലൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല സന്തൂർ സോപ്പൊക്കെ ഇട്ട് കുളിക്കുന്നവരാണെങ്കിൽ നല്ല മണം പുറത്തടിക്കും, നമുക്കറിയാം. അപ്പോൾ അത്രയും പതപ്പിച്ചൊക്കെ മണം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സോപ്പ് വല്ല ഫിയേഴ്സ്ഫുൾ മണമുള്ള സോപ്പൊക്കെ വെച്ചിട്ട് അവരെ പതപ്പിച്ചൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ കഞ്ചാവ് അവിടെ നിന്ന് വലിക്കുന്നതെന്നാണ് പറയുന്നത്. കഞ്ചാവ് മാത്രമാണോ MDMA മാത്രമാണോ എന്നൊക്കെ പുള്ളി പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും അവിടെ നടക്കുന്നത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത, ഒരിക്കലും ഏറ്റവും വലിയൊരു വിപത്തിലേക്കാണ് ഈ പിടിച്ചോണ്ട് പോകുന്ന ആൾക്കാർ. അതായത് ഈ ലഹരിയുടെ കേസിൽ അല്ലെങ്കിൽ ലഹരി കടത്തിന്റെ കേസിൽ പിടിച്ചോണ്ട് പോകുന്ന ആൾക്കാർ അവിടെ ചെന്നുപെടുന്നത് അതിലും വലിയ ലഹരി മാഫിയ നടുക്കളത്തിലേക്കാണെന്നാണ് ഈ പറഞ്ഞ ഇതിൽ നിന്ന് ഇറങ്ങിയ വ്യക്തി പറഞ്ഞത്. അതെ, അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ സമൂഹത്തിനോട് ചെയ്യുന്ന വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നും, അല്ലെങ്കിൽ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് പറയാൻ തയ്യാറായതെന്നാണ്. പക്ഷേ ഇനിയും ശാരിക ഒരുപക്ഷെ ഇത്തരത്തിൽ റിവീൽ ചെയ്യാനുള്ള ഒരുപാട് പേര് മുന്നോട്ട് വന്നെന്നിരിക്കും. ഇതിൽ നിന്ന് ഒരുപാടധികം പേര് മുക്തി നേടിയെന്നും ഇരിക്കും. പക്ഷെ അപ്പോഴും ഈ 10 പേര് ഇതിൽ നിന്ന് മുക്തി നേടുന്ന സമയത്ത് ഒരു 1000-10,000 ആളുകളായിരിക്കും ഇത് അറിയാതെയാണെങ്കിൽ ഈ കുഴിയിൽ ചെന്ന് ചാടുന്നത്. ഈ സമീപകാലത്തൊന്ന് നോക്കിയാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ലും ഒക്കെ പഠിക്കുന്ന സമയം തൊട്ട്
ഞാൻ സിഗരറ്റ് വലിക്കാനാണ് ആദ്യം തുടങ്ങിയത്, അതിനുശേഷം ഞാൻ കഞ്ചാവിലേക്ക് മാറി, എനിക്കത് കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഞാൻ വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് എത്ര പേരാണ് ഈ ഒരു റിവീലേഷനും കൊണ്ട് മുന്നോട്ട്, അതായത് സമൂഹത്തിന് ഫ്രണ്ടിലേക്ക്, ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്ന എത്ര പേരാണ്. ഇത്രയും പേരും എന്തുകൊണ്ടാണ് ശാരിക ഇപ്പോൾ ഈ ഒരു രംഗത്തേക്ക് വരാൻ തയ്യാറായത്? കാരണം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇപ്പോൾ ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്രൈമുകൾ അതിൽ അറിയാതെയാണെങ്കിൽ ഇപ്പോൾ ഇവർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് തങ്ങൾക്ക് അറിയില്ല, ഇത് ഉപയോഗിച്ച് ഇതിനെ കെട്ടിറങ്ങുന്നതിന് ഇത്ര സമയം വേണം, അല്ലെങ്കിൽ ഇത് കെട്ടിറങ്ങി കഴിഞ്ഞാലും അത് കിട്ടിയാൽ വലിക്കും അല്ലെങ്കിൽ ഉപയോഗിക്കും എന്നുള്ളൊരു മൈൻഡ് തന്നെയാണ് ഇപ്പോഴും. പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് വിടാൻ ഞങ്ങൾക്ക് ആർക്കും, അല്ലെങ്കിൽ എനിക്ക് പറ്റിയിട്ടില്ല, പക്ഷേ എനിക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്, എനിക്ക് ആരുണ്ട്, എനിക്ക് കുടുംബക്കാരില്ല, എൻ്റെ ഫാമിലി ഇല്ല, എൻ്റെ സുഹൃത്തുക്കളില്ല, എനിക്ക് ഇവരെല്ലാം നഷ്ടമാവുകയാണ് എന്ന് പറയുമ്പോൾ പോലും ആ പറയുന്ന മൊമെന്റിൽ ഇത്തരത്തിലുള്ള ഒരു വസ്തു അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ അവരെ അറിയാതെ പോലും നിർബന്ധിതരാകുന്നു. പക്ഷേ ഇവർ ഈ റിവീൽ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്, പൂർണ്ണമായി ഇത് നിർത്തണമെന്നും ഇതൊക്കെ ഈ സമൂഹത്തിന് വിപത്തായി വന്നതിനുള്ളൊരു കാരണം കൂടിയാണെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം തുറന്നു പറയാൻ ഇപ്പം നമ്മൾ പണ്ട് തൊട്ടേ പറയല്ലോ, കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ പഠിക്കുമെന്ന്. അതായത് നമ്മൾ എത്ര കാര്യം ആരോട് എത്ര എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു കൊടുത്താലും അവനവൻ അനുഭവം വരാതെ പഠിക്കില്ല. അത് നമ്മുടെ ഒരു, എനിക്കൊന്ന് കൂടുതലും അത് മലയാളികളുടെ ഒരു പൊതു നേച്ചറാണ്. നമ്മൾ എന്തൊരു കാര്യം നമ്മളോടാണേലും അങ്ങനെ തന്നെ, നമ്മളാണേലും അങ്ങനെ തന്നെ, നമ്മൾ മനസ്സിലാക്കില്ല, നമുക്ക് ആ അനുഭവം വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷെ അത് ഒരുപാട് വൈകി പോകുന്നു ഒരു തിരിച്ചറിവ് ഇനിയും വരാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധിക്കാനോ ചിന്താഗതികളും അതുപോലെ സ്വഭാവ രീതികളും മാറ്റാനും ആരും തയ്യാറല്ല. പക്ഷേ ഈ രീതിയിൽ ഇത്രയും പേര് മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ തീർച്ചയായും ഇത് ഉപയോഗിക്കുന്നവർ എപ്പോഴെങ്കിലും ഇവർക്ക് ബോധം വരുമല്ലോ. ഇവരെല്ലാം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവരും അല്ലേ. ഏതെങ്കിലും ഒരു മൊമെന്റിൽ നിങ്ങൾക്കും ഈ തലയിലുള്ള ബ്രെയിൻ ഒന്ന് വല്ലപ്പോഴും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ പറ്റില്ലേ യഥാർത്ഥത്തിൽ? അതെ, എന്തായാലും ഈ നമ്മുടെ ഡ്രഗ്സ് പെഡലേഴ്സിനെയും അതുപോലെ ലഹരി മാഫിയക്കെതിരെ വലിയൊരു യുദ്ധം തന്നെയാണ് നമ്മുടെ പോലീസ് സേനകളിലുള്ളവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ സ്ട്രിക്റ്റ് ആവുകയാണെന്ന് പറയപ്പെടുന്നു. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, അങ്ങനെ ഇങ്ങനെ ഇതുപോലെ ശിക്ഷണ നടപടികളും അതുപോലെ ഭയങ്കര അന്വേഷണവും അതുപോലെ റെയ്ഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോലീസ് മുന്നോട്ട് പോകുമ്പോഴും ഈ പിടിച്ചോണ്ട് പോകുന്ന ആൾക്കാരെ നേരെ കൊണ്ടു ചെല്ലുന്നത് ലഹരി മാഫിയയുടെ നടുക്കോട്ട് തന്നെയാണെന്ന് പറയുമ്പോഴാണ് അതിലൊരു വിരോധാഭാസം ഇരിക്കുന്നത്. ഈ പറയുന്നത് ഈ വാർത്താ ചാനലുകാർ സാറ്റലൈറ്റ് മാധ്യമം പറയുന്നുണ്ട്, ഇതിന്റെ സത്യാവസ്ഥ പൂർണ്ണമായും അന്വേഷിച്ചതിന് ശേഷമാണ് ഈ സംഭവം ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിന് അയാൾ പറയുന്നതെല്ലാം സത്യമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജയിലിൽ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ജയിലധികാരികളുടെ കണ്ണിൽ പെടുന്നില്ല? വളരെ ശ്രദ്ധ വേണ്ട, ഏറ്റവും അധികം കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ജയിൽ എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് പലതരത്തിലുള്ള എല്ലാവരും കൊടൂര കുറ്റവാളികളല്ല ജയിലിൽ ചെല്ലുന്നത്. എല്ലാവരും ലഹരി കച്ചവടത്തിന്റെ പേരിലല്ല ജയിലിലാക്കപ്പെടുന്നത്. റേപ്പിസ്റ്റുകളുണ്ടാവാം, കൊലപാതകങ്ങളുണ്ടാവാം, അബദ്ധത്തിൽ കള്ളക്കേസിൽ പെട്ട് ചെല്ലുന്നവരുണ്ടാവാം. പക്ഷേ ഈ ലഹരി കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വല്ലാതെ നമ്മുടെ സമൂഹത്തിലേക്ക് അത് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ ഒരു വ്യാപനം അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന ഒരു വിപത്തുകളിലെ നമ്മളിങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിന് ഇത് എന്ത് സംഭവിച്ചെന്നാണ് പുറം നാട്ടിലുള്ളവർ ചോദിക്കുന്നത്. കാരണം യുവാക്കൾ സ്വന്തം ഉമ്മയെയും വാപ്പയെയും കാമുകിയെയും അനിയനെയും ഒക്കെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ നിർദാക്ഷിണ്യത്തോടുകൂടി തലക്കടിച്ചു കൊല്ലുന്ന ഒരു കഥയല്ലാത്ത റിയൽ സ്റ്റോറിയിലൂടെ, റിയൽ കാലഘട്ടത്തിലൂടെ നമ്മൾ കാണുന്നത്. അതിൻ്റെ കാരണം മയക്കുമരുന്നാണെന്നാണ് പറയപ്പെടുന്നത്, പ്രജ്ഞ നഷ്ടപ്പെടുന്നത്. പക്ഷേ ഇതിൽ നിന്ന് ആരവരെ മോചിപ്പിക്കും? ശരി, സമ്മതിച്ചു, ഈ പെഡലേഴ്സ് അവർക്ക് ഇത് കൊടുക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് പോലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ പറയുന്നത് കിൻഡർ ജോയ്ക്കകത്ത് വരെ വെച്ച് കൊടുക്കുന്ന ഒരു സംവിധാനം. കിൻഡർ ജോയ് കഴിക്കുന്ന ആരാണ്? ഏത് പ്രായത്തിലുള്ളവരാണ്? 5, 6, 7 ക്ലാസ്സിലുള്ള കുട്ടികളാണ് അതൊക്കെ കഴിക്കുന്നത് കൂടുതലായിട്ടും. അപ്പോൾ അവരെയൊക്കെ ഇതിലേക്ക്, അതായത് അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പ്രജ്ഞകളെ നശിപ്പിക്കാനായിട്ട് MDMA അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് പേര് പോലും വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ അറിയാൻ പറ്റാത്ത തരത്തിലുള്ള മയക്കുമരുന്നുകൾ അതുങ്ങളുടെ സിരകളിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇത് പിടിച്ചു കഴിയുമ്പോൾ അവരെ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലും ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് പുറത്തുനിന്ന് മരുന്ന് കൊടുക്കാൻ ആൾക്കാരുണ്ടാവാം. ഇത്രയും വലിയ ജയിലുകളിൽ ഇത് കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ജുവനൈൽ ജസ്റ്റിസ് ഹോമിലും കാണും ഇതുപോലെ ആൾക്കാർ. അപ്പോൾ എവിടെയാണ് ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകപ്പെടുന്നവർ സംരക്ഷിക്കപ്പെടുക? അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഇതിൽ നിന്ന്, അവർ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നവരെ, ഉറപ്പായിട്ടും ലഹരി കച്ചവടക്കാർ ലഹരിക്ക് അടിമകളാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ലഹരിക്ക് അടിമപ്പെട്ട് പോലീസ് പിടിച്ചോണ്ട് പോകുന്ന ആൾക്കാരുടെ ലൈഫ് പിന്നെന്താണ്? അവരെ നിങ്ങൾ എങ്ങനെയാണ് പുനരുദ്ദീപിക്കാൻ അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിന് ആദ്യം നമ്മുടെ തറവാട് നന്നാവണമെന്ന് പറയുന്നില്ലേ, നമ്മുടെ ജയിലിൻ്റെ അകത്തളങ്ങൾ നന്നായാൽ മാത്രമല്ലേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ജയിലിൻ്റെ അകത്തളങ്ങൾ നന്നാകണമെങ്കിൽ ജയിലധികാരികളുടെ ശ്രദ്ധയുണ്ടാവണം, നിയമത്തിൻ്റെ ശ്രദ്ധയുണ്ടാവണം. അതല്ലാതെ ഇതുപോലുള്ള ഇനിയും ഒരുപക്ഷെ പുറത്തിറങ്ങുന്ന ഈ ഒരു തടവുകാരൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും ഒരുപക്ഷെ പുറത്തിറങ്ങുന്ന ഒരുപാട് തടവുകാർ ഇത് പറയാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും. അവർ ഇനിയും ഒരു പക്ഷേ ജയിലിനുള്ളിൽ നടക്കുന്ന പല കേട്ടാലറയ്ക്കുന്ന, പറയാൻ പേടിക്കുന്ന പല കാര്യങ്ങളും ഇനി ഒരുപക്ഷെ മീഡിയയുടെ മുമ്പിൽ വന്ന് പലരും തുറന്നു പറഞ്ഞേക്കാം.
അല്ലെ? അതെ. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ജയിലിൽ നടക്കുന്ന ഈ ഒരു സംഭവം ഒരാൾ വെളിപ്പെടുത്തി. തീർച്ചയായിട്ടും ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷകരമായ ഒരു വാർത്തയാണ്. ഹായ്, ഞാൻ ജയിലിൽ ചെന്നാൽ എനിക്ക് നാട്ടിൽ നിൽക്കുന്നേക്കാളും സേഫ് ആയിട്ട് ഈ പറയുന്ന ഡ്രഗ് ഉപയോഗിക്കാമല്ലോ എന്നൊരു, സത്യം പറഞ്ഞാൽ ശാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ശരിയാവേണ്ടത്, ആദ്യം അടിച്ചു ക്ലീൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അടിച്ച് വൃത്തിയാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ജയിലറകൾ തന്നെയാണ്.